വള്ളിന തേടും ഒരു പൂവിൻ മുട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സ്പ്ലോർ പേജിലായിട്ട് കാണാം ഈ ഒരു പാട്ടാണ് ഈ ഒരു വണ്ടിനെ തേടും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാട്ട് വെച്ചിട്ടുള്ള ഒരു നൈസ് ആയിട്ടുള്ള ഒരു മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീലിന്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയൽ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഈ റീൽ നമ്മളിവിടെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഞാൻ 20 വീഡിയോ ക്ലിപ്സ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്ലിപ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ക്ലിപ്സ് നിങ്ങൾ ക്യാപ്കട്ടിലേക്ക് 20 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ടൂൾ ബോക്സിൽ റേഷ്യോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റീലിന്റെ ആസ്പെക്ട് റേഷ്യോ 9:17 ആസ്പെക്ട് റേഷ്യോ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സ് ഒക്കെ നോക്കി നോക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ഈ 9:16 ഫ്രെയിമിൽ സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇനി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ഈ ഒരു ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആയിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ക്ലിപ്സിന് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലിപ്സിനാണ് സ്ലോമോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ ക്ലിപ്സിന് സ്ലോമോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്ലോമോ നിങ്ങൾ ക്ലിപ്സിനോട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ സ്ലോമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴത്തെ ബെറ്റർ ക്വാളിറ്റി നിങ്ങൾ മേക്ക് ഇറ്റ് സ്മൂത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തിൻ്റെ സ്ലോമോയിലേക്ക് നിങ്ങൾ അത് മാറ്റിയെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഈ 20 വീഡിയോസിനും നിങ്ങളൊരു ഡ്യൂറേഷൻ ഉണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യേണ്ടത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് സ്ലോമോ കൊടുത്തിട്ട് അത് സ്ലോമോ ചെയ്തിട്ടുള്ള വീഡിയോസിന് ഞാൻ കറക്റ്റ് മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ക്ലിപ്സിന് സ്ലോമോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡ്യൂറേഷൻ എത്രയെന്നുള്ളത് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോസിന് സ്ലോമോ കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ എല്ലാ ക്ലിപ്സിനും സെറ്റ് ചെയ്ത് കൊടുക്കുക മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്കിനനുസരിച്ചിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിന് സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് കറക്റ്റ് മ്യൂസിക്കിൻ്റെ ബീറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ കറക്റ്റ് ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് നല്ലൊരു കളർ ഗ്രേഡ് കൊടുക്കണം. അപ്പോൾ ഒരു മൂഡി ടൈപ്പിലൊരു കളർ ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നുകൂടി നൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു മൂഡി ടൈപ്പിലെ കളർ ഗ്രേഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴത്തെ ബോക്സിലെ ഫിൽറ്റർ സെലക്ട് ചെയ്ത് അതിൽ നിങ്ങൾക്ക് അവിടെ ബെർലിൻ എന്ന നെയിമുള്ള ഒരു ഫിൽറ്റർ ഉണ്ടാവും ഈ ഒരു കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഫുള്ള് നിങ്ങളുടെ വീഡിയോക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ നോക്കി നോക്കുക. നല്ല ഒരു മൂഡി ടൈപ്പിലെ വീഡിയോ നിങ്ങൾക്ക് അവിടെ കിട്ടും ഒരു കളർ ഗ്രേഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇതേപോലെ ഈ ഒരു മഞ്ഞ് മൂടിയിട്ടുള്ള ക്ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സിലെ സ്കൈയിലേക്ക് നിങ്ങൾക്ക് ചെറിയൊരു വൈറ്റ് ഗ്ലോയോ അല്ലെങ്കിൽ യെല്ലോ ഗ്ലോയോ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് കൊടുക്കും. എന്നിട്ട് അതിന് താഴത്തെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ അറ്റ്മോസ്ഫിയർ നിങ്ങൾ 100 ആക്കി കൊടുക്കുക. പിന്നെ അതിന്റെ ഏറ്റവും താഴെ സ്പീഡ് എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഫുള്ളാക്കി മൈനസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന്റെ റേഞ്ച് ഗ്ലോ എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്ലോ നിങ്ങൾ അതിൽ നിങ്ങളുടെ വീഡിയോക്ക് ബേസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കളർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലായിട്ട് കളർ ഓപ്ഷൻ ഉണ്ട്. അതൊരു 50-49 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യെല്ലോ കളറായിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് അവിടെ കിട്ടും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് ഒരു നോയ്സ് എഫക്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നോയ്സ് എഫക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അത് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിലെ വീഡിയോ എഫക്റ്റ് പോയിട്ട് മറ്റേ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ റിട്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നോയ്സ് ടു എന്നുള്ള ഒരു മൂന്നാമത്തെ ഒരു എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് അതിൽ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നോയ്സ് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൂഡി ടൈപ്പിലെ വീഡിയോസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് സെറ്റ് ആയിട്ട് കിട്ടും നിങ്ങളുടെ വീഡിയോ. പിന്നെ മൺസൂൺ റിലേറ്റഡ് ആയിട്ടുള്ള റീൽ വീഡിയോ നമ്മളിവിടെ മേക്ക് ചെയ്തിട്ട് അപ്പോൾ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്കാനും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് ട്യൂട്ടോറിയൽസ് ഞാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.